ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സയാട്ടിക്ക. നിങ്ങളെല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും. നിങ്ങളുടെ നടുവിൻ്റെ, നിങ്ങളുടെ ലോവർ ബാക്കിൻ്റെ വശങ്ങളിൽ നിന്നും അതേപോലെ അത് പടർന്ന് നിങ്ങളുടെ നിതംബ ഭാഗത്തേക്ക്, കാലുകളിലേക്ക് ഒക്കെ പടർന്നു വരുന്ന ഒരു വേദനയാണ് ഈ സയാട്ടിക്ക പെയിൻ എന്ന് പറയുന്നത്. നമ്മുടെ ലോവർ ബാക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു അവസ്ഥയാണത്. അതേപോലെ തന്നെ ഡിസ്ക് ബൾജ് എന്ന് പറയുന്ന പ്രശ്നമുള്ള ആൾക്കാർക്ക്, ലോവർ ബാക്ക് നടുവേദന എന്ന് പറയുന്ന ഇതൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് വ്യായാമങ്ങൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്കിത് വളരെ ഉപകാരപ്പെടും. നിങ്ങളിതൊരു ദിവസവും കുറച്ച് നേരം നിങ്ങളിത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു റിലീഫ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെയൊക്കെയുള്ള പെയിനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ സ്വയം ചികിത്സയ്ക്കും ഒന്നും മുതിരാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ കഴിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ലോവർ ബാക്ക് പെയിനൊക്കെ എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം നമ്മൾ മരുന്നുകളൊക്കെ കഴിച്ച് മുമ്പോട്ട് പോവുക. അപ്പോൾ ഇങ്ങനെയുള്ള കൊച്ചു വ്യായാമങ്ങളൊക്കെ ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ലോവർ ബാക്കിൻ്റെയൊക്കെ സ്ട്രെങ്തൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളവർ പതുക്കെ ഇങ്ങനെയുള്ള കൊച്ചു വ്യായാമങ്ങളൊക്കെ ചെയ്യുന്ന വഴി അവർക്ക് നല്ലൊരു റിലീഫ്, നല്ലൊരു മാറ്റം അവർക്കുണ്ടാവുന്നതായിരിക്കും. അപ്പം ഞാൻ കാണിച്ചു തരുന്ന ഈ കുറച്ച് മൂവ്മെൻറ്റ്സുകൾ നിങ്ങളൊന്ന് പരിശീലിച്ച് നോക്കും. നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാകും, നല്ല റിസൾട്ട് ഉണ്ടാകും. നിങ്ങൾ അതിന് ശേഷം ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് നമ്മുടെ വ്യായാമങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട വ്യായാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ ഒരു കസേര നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പ്ലാസ്റ്റിക് കസേരയോ അല്ലെങ്കിൽ തടിയുടെ കസേരയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഇതേപോലെ കിടന്നതിന് ശേഷം നിങ്ങളുടെ കാലുകൾ ഉയർത്തി വെക്കാം. ഇതേപോലെ കസേരയിൽ ഞാൻ ഉയർത്തി വെച്ചേക്കുന്നത് പോലെ ഉയർത്തി വെച്ചിട്ട് നിങ്ങൾ റിലാക്സ് ചെയ്യുക. ഇത് നമ്മൾക്ക് കാണുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും നമുക്ക് ഈ ലോവർ ബാക്ക് പെയിനൊക്കെ ഉള്ളവർക്ക്, സയാട്ടിക്ക പെയിനൊക്കെ ഉള്ളവർക്ക് നല്ല ഒരു റിലാക്സ് ഉണ്ടാക്കി തരുന്ന, ഒരു ഫീൽ ചെയ്യിപ്പിക്കുന്ന നല്ല ഒരു മൂവ്മെൻറ്റാണിത്. നിങ്ങൾക്ക് വെറുതെ ഇങ്ങനെ റിലാക്സ് ചെയ്യാം. ഒരു 5 മിനിറ്റ് നിങ്ങളുടെ ആ ഒരു വശങ്ങളൊക്കെ നല്ല രീതിയിൽ സ്ട്രെച്ചാവും ഈ ഒരു കിടത്ത കൊണ്ട് തന്നെ. അപ്പം ഇതേപോലെ നിങ്ങൾ ഒരു 5 മിനിറ്റ് ഇതേപോലെ നിങ്ങൾ റിലാക്സ് ചെയ്യുക. നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ടതില്ല. ഇതേപോലെ നിങ്ങൾക്ക് കിടക്കാവുന്നതാണ്. കുറഞ്ഞത് ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് ഇതേപോലെ റിലാക്സ് ചെയ്യാം. ഇത് തന്നെ നല്ലൊരു റിലീഫാണ്. അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് വ്യായാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇതേപോലെ സ്ട്രെയിറ്റായിട്ട് കിടക്കാവുന്നതാണ്. ഒരു പായോ എന്തെങ്കിലും വിരിച്ച്, യോഗ മാറ്റോ എന്തെങ്കിലും വിരിച്ച് നിങ്ങൾക്ക് സ്ട്രെയിറ്റായിട്ട് കിടക്കാം. അതിനുശേഷം നിങ്ങളുടെ ഒരു കാല് പതുക്കെ ഉയർത്തി ഇതേപോലെ നിങ്ങൾക്ക് കൊണ്ടുവരാം. കൊണ്ടുവന്നതിന് ശേഷം നിങ്ങളുടെ കൈകൾ കൊണ്ട് കാലിൻ്റെ മുട്ടിൽ പിടിച്ചിട്ട് ബാക്കിലോട്ട് ഇതേപോലെ നിങ്ങളുടെ നെഞ്ചിൻ്റെ ഭാഗത്തോട്ട് നിങ്ങൾക്ക് സ്ട്രെച്ച് ചെയ്യാം. ഇതേപോലെ നിങ്ങൾ സ്ട്രെച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒന്ന് കൗണ്ട് ചെയ്യുക. 1 2 3 4 എന്ന് അങ്ങനെ ഒരു 10 നമ്പർ എണ്ണുന്നവരെ നിങ്ങൾക്ക് ഇതേപോലെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കാവുന്നതാണ്. നല്ല ഒരു സ്ട്രെച്ചിങ് മൂവ്മെൻറ്റാണിത്. നിങ്ങളുടെ ലോവർ ബാക്കിന്, നിങ്ങളുടെ ഒരു ഹാംസ്ട്രിങ് ഭാഗം, അതിനൊക്കെ നിങ്ങൾക്ക് ഈ സയാട്ടിക്ക പെയിൻ ഉള്ളവർക്ക് ഈ വശങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു പെയിനൊക്കെ നമുക്ക് ഒന്ന് റിലീഫാക്കാൻ പറ്റിയ ഒരു വ്യായാമമാണ്. ഇതേപോലെ കൊണ്ടുവന്ന് നിങ്ങളുടെ കൈകൾ കൊണ്ട് പതുക്കെ പിടിച്ച് നിങ്ങളുടെ നെഞ്ചിൻ്റെ ആ ഒരു വശത്തോട്ട് നിങ്ങൾക്ക് സ്ട്രെച്ച് ചെയ്യാം. നിങ്ങൾ കൗണ്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. ഇതേപോലെ നിങ്ങൾക്ക് മാറി ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഓരോ കാലിലും നിങ്ങൾ ഒരു 10 പ്രാവശ്യം വെച്ചിട്ട് ചെയ്യുക. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള പെയിനൊക്കെ ഉള്ളവർക്ക് വളരെയേറെ റിലീഫ്, വളരെയേറെ ആശ്വാസം തരുന്ന രീതിയിലുള്ള വ്യായാമങ്ങളാണ് ഇതെല്ലാം തന്നെ. ഇങ്ങനെയുള്ള വ്യായാമങ്ങൾ ചെയ്യാൻ നമുക്ക് മറ്റുള്ള ഒരാളെ ആശ്രയിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്ക് സാവധാനം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കിങ്ങനെയുള്ള വ്യായാമങ്ങൾ ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മുടെ മൂന്നാമത്തെ വ്യായാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കാല് ഇതേപോലെ മടക്കി നിങ്ങളുടെ അടുത്ത കാല് അതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഇതേപോലെ കയറ്റി വെക്കാവുന്നതാണ്, ഞാൻ ഈ വെച്ചിരിക്കുന്നത് പോലെ. അതിനുശേഷം നിങ്ങളുടെ കൈകൾ 2 വശത്തോട്ടുമായിട്ട് നിങ്ങൾ ഇതേപോലെ വെച്ച് കിടക്കുക. സാവധാനം നിങ്ങൾക്ക് സൈഡിലോട്ട് ഇതേപോലെ സ്ട്രെച്ച് ചെയ്യാം. നൈസ്. ഇതേപോലെ നിങ്ങൾക്ക് സ്ട്രെച്ച് ചെയ്യാം. കണ്ടില്ലേ? ഇതേപോലെ നല്ല സൂപ്പർ ഒരു വ്യായാമമാണ് ഈ ലോവർ ബാക്ക് പെയിൻ ഉള്ളവർക്ക്, നടുവേദന ഉള്ളവർക്കൊക്കെ. അതിനുശേഷം പതുക്കെ
അടുത്ത വശത്തോട്ട് ഇതേപോലെ സ്ട്രെച്ച് ചെയ്യുക. മാക്സിമം സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നിടത്തോളം നിങ്ങൾ സ്ട്രെച്ച് ചെയ്യുക. ഒരുപാടങ്ങ് സ്ട്രെയിൻ എടുത്തിട്ട് നിങ്ങളങ്ങ് താഴെ കൊണ്ടുവന്നിട്ട് മുട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. മാക്സിമം നമുക്കൊരു സ്ട്രെച്ച് ഫീൽ ചെയ്യുന്നത് മാത്രം നിങ്ങൾ അറിയുക. ഓക്കെ, ഇതേപോലെ ഒരുപാട് നിങ്ങൾ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സ്ട്രെച്ചിങ്ങിന് വേണ്ടിയിട്ട് പതുക്കെ ഇതേപോലെ വശങ്ങളിലോട്ട് കൊടുക്കാം. നൈസ്. ഇതേപോലെ സ്ട്രെച്ച് ചെയ്തതിന് ശേഷം നിങ്ങളൊരു 5 സെക്കൻഡ് ഒന്ന് കൗണ്ട് ചെയ്യുക, ഒരു 5 വരെ. അതിനുശേഷം നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇതേ പൊസിഷനിൽ വന്നിട്ട് അടുത്ത വശത്തോട്ട് കൊണ്ടുവരാം. ഇതേപോലെ നിങ്ങൾ ചെയ്താൽ മതി, സാവധാനം ചെയ്താൽ മതിയാവും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങളൊരു 10 പ്രാവശ്യം ചെയ്തതിന് ശേഷം നിങ്ങളുടെ അടുത്ത കാല്, നിങ്ങളുടെ ഓപ്പോസിറ്റ് കാല്, നമ്മളിപ്പോൾ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് വശത്തോട്ട് കാലുകൾ നിങ്ങൾക്ക് പൊക്കി വെക്കാം. അതിനുശേഷം നമ്മൾ പഴയ ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് സ്ട്രെച്ചിങ് ആവർത്തിക്കാവുന്നതാണ്. വശത്തോട്ട് കൊണ്ടുപോകാം, 5 വരെ എണ്ണാം, തിരിച്ച് സാവധാനത്തിൽ അടുത്ത വശത്തോട്ട്. നൈസ് സ്ട്രെച്ച്. നല്ല ഒരു വ്യായാമമാണിത്. ഓക്കെ, നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രയോജനം തരുന്ന ഒരു വ്യായാമമാണ്. വളരെ സിമ്പിളായിട്ടുള്ള എക്സസൈസുകളാണ് ഞാൻ ഈ കാണിച്ചു തരുന്നതെല്ലാം. ഓക്കെ, അപ്പം നിങ്ങൾ ആ ഒരു വശത്തും നിങ്ങൾ 10 പ്രാവശ്യം ചെയ്യുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ഫൈനൽ എക്സസൈസ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കാലുകൾ ഇതേപോലെ വെക്കാവുന്നതാണ്. കൈകൾ വശങ്ങളിൽ ഇതേപോലെ പിടിക്കുക, വെക്കുക. അതിനുശേഷം പതുക്കെ നിങ്ങളുടെ ആ ഒരു നടുവിൻ്റെ ഭാഗം, അരക്കെട്ടിൻ്റെ ഭാഗം ചെറുതായിട്ട് ഒന്ന് ഉയർത്തി കൊടുക്കുക. ഇത്രമാത്രം ഒന്ന് പൊക്കിയൊന്നും ചെയ്യരുത്. സാവധാനത്തിൽ ഇത്ര മാത്രം, മാക്സിമം ഇത്ര മാത്രം നിങ്ങൾ ഉയർത്തി കൊടുക്കുക. ഇതൊരു നല്ല സ്ട്രെച്ചിങ് ആണ് നിങ്ങളുടെ ലോവർ ബാക്കിന് കിട്ടുന്നത്. ഇതേ കണക്കുള്ളൊരു പൊസിഷൻ. ഓക്കെ, ഒരുപാട് ഉയരത്തിലോട്ട് കൊണ്ടുപോകരുത്. പതുക്കെ താഴോട്ട് വരാം. വീണ്ടും സ്ട്രെച്ച് കൗണ്ട് ചെയ്യുക. 1 2 3 4 5. ഓക്കെ, നിങ്ങളൊരു 5 വരെ, മാക്സിമം ഒരു 5 വരെ നിങ്ങൾക്ക് എണ്ണാം. നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 10 നമ്പർ വരെ നിങ്ങൾക്ക് ആ ഒരു പൊസിഷനിൽ നിൽക്കുന്നത് നല്ലതായിരിക്കും. ഒരു 10 കൗണ്ട് വരെ നിങ്ങൾക്ക് നിൽക്കുന്നത് വളരെ നല്ലതായിരിക്കും. പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ 5 വരെയെങ്കിലും നിങ്ങൾ ശ്രമിക്കുക. ഇതേപോലെ നൈസ്, വളരെ സാവധാനത്തിൽ നിങ്ങളുടെ ലോവർ ബാക്കിന് നല്ല രീതിയിൽ സ്ട്രെച്ച് കിട്ടും. അതേപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു കാലിൻ്റെ, നമ്മുടെ ഒരു ഹാംസ്ട്രിങ് ഭാഗം, നമ്മുടെ ഗ്ലൂട്ട്സിനൊക്കെ നല്ല ഒരു സ്ട്രെച്ചിങ് ആണ് ഈ ഒരു വ്യായാമം കൊണ്ട് കിട്ടുന്നത്. അപ്പം ഇതേപോലെ നിങ്ങൾക്ക് ഒരു 10 പ്രാവശ്യം ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു 3 വ്യായാമങ്ങളാണ് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തന്നത്. കണ്ടില്ലേ, ഇതേപോലെയാണ് നമുക്ക് സയാറ്റിക്കയുടെ പെയിൻ ഉണ്ടാകുന്നത്. വശങ്ങളിൽ നിന്നും ആ ഒരു നിതംബ ഭാഗത്തോട്ട് വന്ന് അതേപോലെ കാലിലോട്ടൊക്കെ വരുന്ന ഒരവസ്ഥ. ഓക്കെ.